കുട്ടിമണി നഷ്ടപ്പെട്ട മനസ്സിനെ ആശ്വസിപ്പിക്കാനാകാതെ ബാലനും പിച്ചളയും. കുട്ടിമണിയെ അവസാനമായി ഒരു നോക്ക് കാണാനാവാതെ മനസ്സിജൻ. ഇനി തന്റെ ലക്ഷ്യം കുഞ്ഞുമണിയാണെന്ന് മതികല. ആരുമില്ലാത്ത കുഞ്ഞുമണിയെ വളർത്താനൊരുങ്ങുന്ന സീത. തുടർന്ന് കാണുക. കുഞ്ഞുമണിക്ക് വേണ്ടി ഏത് പ്രതിസന്ധി തരണം ചെയ്യാനുള്ള മനക്കരുത്ത് എനിക്ക് ഈശ്വരൻ തരും. സീത, പണ്ടെന്റെ കുട്ടിമണിയുടെ ഓർമ്മ നഷ്ടപ്പെട്ട് പലതും കാണിച്ചു കൂട്ടിയപ്പോ അന്ന് കുഞ്ഞുമണിയെ പെറ്റമ്മയെ പോലെ ഏറ്റെടുത്തവളാ നീ. കുട്ടിമണിക്ക് വേണ്ടി നിന്റെ ഹൃദയം പറിച്ചെടുക്കുന്നത് പോലെയാ കുഞ്ഞുമണിയെ നിന്നിൽ നിന്ന് ഞങ്ങൾ പറിച്ചെടുത്തത്. അതെ, അസുഖം കൂടി കുട്ടുമണിയെ ചികിത്സയ്ക്ക് കൊണ്ടുപോയ അന്ന് മുതൽ കുഞ്ഞുമണി വീണ്ടും മോളുടെ മടിത്തട്ടിലേക്ക് വന്നില്ലേ. മോളെ സീതെ, നിന്നെ അമ്മയെന്ന് വിളിച്ച് വളരാനായിരിക്കും കുഞ്ഞുമണിയുടെ യോഗം. മനസ്സുജൻ പുറത്തു വരുമ്പോ ഈ പറഞ്ഞതിനോടൊക്കെ യോജിച്ചെന്ന് വരുവോ? മനസ്സുജന്റെ കുഞ്ഞല്ലേ. കുഞ്ഞുമണിയെ കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിലോ? ഇല്ല സുഭദ്രെ, സീതമോക്ക് കുഞ്ഞുമണിയോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നന്നായിട്ട് അറിയാലോ മനസ്സുജന്. സീതയുടെ കൈ നീ കുഞ്ഞിനെ പറിച്ചുകൊണ്ട് പോകാൻ മനസ്സുജനാവില്ല. മോളെ സീത, അപ്പച്ചി ഈ കാവ്യവേഷം ധരിച്ചത് സാക്ഷാൽ മുരുകന്റെ ദാസനാകാനാ. ഇനി ഈ വേഷത്തിൽ ഒരു പിച്ചച്ചട്ടിയും എടുത്ത് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങണമെന്നാണെങ്കിൽ അപ്പച്ചി അതിനും തയ്യാറാ. കുഞ്ഞുമണിക്കും കുട്ടാപ്പൂവിനും വേണ്ടി ഈ വേഷം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. മോളെ, നിനക്ക് 2 മക്കളാ, കുട്ടാപ്പവും കുഞ്ഞുമണിയും. ഞങ്ങളുടെ കണ്ണടഞ്ഞു പോയാലും ആകാശത്തിരുന്ന് ഞങ്ങൾക്കത് കാണണം. ഈ വയലോരൻ വീട്ടിന്റെ കൺമണികളായി കുട്ടാപ്പവും കുഞ്ഞുമണിയും വളരണം. അപ്പച്ചമ്മ, ഞാൻ എന്റെ മോക്കത്തിന് പാൽ കൊടുക്കട്ടെ. മുരുക, എല്ലാം കഴിഞ്ഞു. ഇല്ല, മനസ്സിന് എത്താൻ കഴിഞ്ഞില്ല. വെച്ചോണ്ടിരിക്കുന്നതിനൊരു പരിധിയില്ലേ? മനസ്സിന് കുട്ടിമണിയെ അവസാനമായി കാണാൻ അവസരം കിട്ടരുതെന്ന് ആഗ്രഹിച്ചവർ നന്നായി കളിച്ചിട്ടുണ്ട്. അതെ, ഞാൻ പോയിരുന്നു. മതികല തന്നെയാ. ബട്ട് ശരി സർ. സോറി, ഒത്തിരി നേരമായോ വന്നിട്ട്? ഏയ്, അയ്യപ്പൻകുട്ടി സാറുമായി ഫോണിൽ സംസാരിക്കായിരുന്നു. സവിത മാഡം ഇങ്ങോട്ട് വരാനിരുന്നതാ. പെട്ടെന്നൊരു എമർജൻസി മീറ്റിംഗ്. ജാമ്യത്തിനുള്ള നടപടികൾ എവിടെ വരെയായി? മിക്കവാറും ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. ഇതിനിടയ്ക്ക് 2 അവധി വന്നല്ലോ, അതൊരു പണിയായി. കോടതി അവധി കണക്കാക്കി തന്നെ ആവണം. കുട്ടിമണിയുടെ മരണം പോലും പ്ലാൻ ചെയ്തെന്ന് തോന്നുന്നു. മരണമറിഞ്ഞ് ഒന്ന് കാണാൻ പോലും മനസ്സിന് അവസരം കിട്ടരുതല്ലോ. അതെ, അങ്ങനെ ഒരു അണ്ടർപ്ലേ നടന്നിരിക്കണം. പിന്നെ സവിത മാഡം വേറൊരു കാര്യം പറയാൻ പറഞ്ഞിരുന്നു. നമ്മൾ കരുതിയിരുന്നതിനേക്കാൾ സ്ട്രോങ് ആയി മറുചേരിക്കാർ കളിക്കുന്നുണ്ടെന്ന്. മാഡം അങ്ങനെ പറയണമെങ്കിൽ? ജാമ്യത്തിന്റെയും കേസിന്റെയും കാര്യങ്ങൾക്ക് വേണ്ടി പേപ്പേഴ്സ് നീക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് സൂചനകൾ കിട്ടുന്നുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നു തന്നെയാ മാഡം പറയുന്നത്. മനസ്സിനെ നേരി കാണാൻ പോണമെന്നുണ്ടായിരുന്നു. അയ്യപ്പൻകുട്ടി സാറും പറഞ്ഞു. പക്ഷേ മനസ്സ് തകർന്നു നിൽക്കുന്ന മനസ്സിനെ ഫേസ് ചെയ്യാന്ന് വെച്ചാ, കുട്ടിമണിയോട് മനസ്സിനുള്ള സ്നേഹത്തിന്റെ ആഴം വ്യക്തമായി അറിയാവുന്നയാളാ ഞാൻ. നേരിൽ അനുഭവിച്ചതുമാണ്. ഇങ്ങനെയൊരു ഭാര്യ ഭർത്താക്കന്മാരെ ഭൂമുഖത്ത് വേറെ കാണില്ല. അങ്ങനെയുള്ള മനസ്സിജൻ ഏതവസ്ഥയിലായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ മുഖത്ത് നോക്കാൻ പോലും ആവില്ല. കാക്കിയിട്ടതുകൊണ്ട് മനുഷ്യത്വം ഇല്ലാതെ ആവില്ലല്ലോ. എന്തായാലും നാളെയോ മറ്റന്നാളോ ജാമ്യം ശരിയാവുന്ന തോന്നുന്നേ.
അവസാനമായിട്ടൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ മനസ്സിന്. ഇനി വന്നിട്ടെന്തിനാ? നിയമത്തിന് ചിലപ്പോഴൊന്നും കണ്ണു കാണില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ? ഇത്തരം സാഹചര്യങ്ങൾ എനിക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിയമത്തിന് മുന്നിൽ മാനുഷിക പരിഗണനയ്ക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും ജാമ്യം കിട്ടിയവർ പുറത്തു വരട്ടെ. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ എന്താ ഇങ്ങനെയായിപ്പോയെന്ന്. ഒന്നേ ഉത്തരവുള്ളൂ, ഇങ്ങനെയാണ് ഞാൻ. മതികലയ്ക്ക് ഇങ്ങനെയൊക്കെ ആവാനേ കഴിയൂ. ഈ കാലം വരെ എനിക്ക് ചാർത്തി കിട്ടിയ വിശേഷണങ്ങളൊക്കെ മോശപ്പെട്ടവയായിരുന്നു. വൃത്തികെട്ടവൾ, മനസാക്ഷിയില്ലാത്തവൾ, അസത്ത്, മൂശേട്ട, അശ്രീകരം, അങ്ങനെ. അതൊന്നും എന്നെ ഒരു തരത്തിലും ബാധിച്ചിട്ടേയില്ല. ആസ്വദിക്കായിരുന്നു ഞാനതൊക്കെ. കുറ്റപ്പെടുത്തുന്നവരാരും എന്റെ ഉള്ളു കാണാൻ ശ്രമിച്ചിട്ടേയില്ല. രജനീഷേ, ഈ ലോകത്താരും മോശക്കാരായിട്ട് ജനിക്കുന്നില്ല. ജനിച്ചു വീഴുന്ന സ്ഥലം, വളർന്നു വരുന്ന സാഹചര്യം, അതൊക്കെയാ ഓരോരുത്തരുടെയും വിധി നിർണയിക്കുന്നത്. മേന്മകളെക്കുറിച്ച് വാഴ്ത്തുമ്പോഴും സകലരോടും വിളിച്ചു പറയുമ്പോഴും കരയുന്ന ഒരു മനസ്സ് എനിക്കും ഉണ്ടായിരുന്നു. ആരും അത് കണ്ടില്ല. ആരെയും കാണിച്ചില്ലെന്ന് പറയുന്നതാവും ശരി. എന്റെ കരയുന്ന മുഖം മറ്റുള്ളവർ കാണുന്നത് എനിക്കിഷ്ടമായിരുന്നില്ല. ദാ ഇങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കാനാ എന്നും എന്റെ ഇഷ്ടം. മനസ്സിലാഗ്രഹിച്ചതെല്ലാം സാധിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ പറ എന്തു വേണം? ഒരു ജീവിതം സഫലമാവാൻ ആ അർത്ഥത്തില് മതികല വൻ വിജയം തന്നെയാ. പിന്നെ എന്റെ ഉള്ളിലെ ഞാൻ, ഒരു പെണ്ണെന്ന നിലയിലുള്ള മതികല ഒരു പരിധിവരെ പരാജയമായിരിക്കും. അതാരും അറിയണ്ട. തൽക്കാലം ഞാനിവിടെ നിന്ന് മാറി നിൽക്കുക. പേടിച്ചിട്ടൊന്നുമല്ല, ഒരു മാറ്റത്തിന് വേണ്ടി ഡാഡിയുടെ അടുത്തേക്ക് പോവുക ഞാൻ. ശിവാനി കേസ് ഏതെങ്കിലും രീതി തിരിച്ചടിയാവൂ? അതിലെന്ത് സംഭവിക്കാം? ഏതെങ്കിലും വിധത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പറക്കും. ഇവിടം വിടുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം കൂടെ ചെയ്തു തീർക്കാനുണ്ട്. അതെന്താ? കുഞ്ഞിമണി. അറസ്റ്റിനെയോ പോലീസിനെയോ ഭയക്കുന്നില്ല ഞാൻ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാനത് ചെയ്തിരിക്കും. എന്തിനും ഏതിനും ഒരു ഫുൾ സ്റ്റോപ്പ് വേണമല്ലോ. ആ ഫുൾ സ്റ്റോപ്പ് ഇട്ട് മതികല പറക്കും ഇവിടുന്ന്. കുട്ടു 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 പാവപ്പെണ്ണിനെ സുന്ദരിയാക്കുവാണോ? അംഗനവാടി വിടാനാ? ആഹാ, കുട്ടുവിന് മനസ്സിലായോ ഞാൻ ആരാണെന്ന്? മനസിജൻ. മജനിസൻ. മജനിസൻ അല്ല, മനസിജൻ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കുട്ടിമണിയെ ഞാൻ കല്യാണം കഴിക്കുന്നത് കുട്ടിമണിക്ക് ഇഷ്ടമാണോ? അതെന്നാ? കുട്ടിമണി 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 പാട്ടൊക്കെ പാടുമല്ലേ? എനിക്കറിയാം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കുട്ടിമണി പാടും. അമ്പി പശുവിന് വാലെത്ര അമ്പടകെ മാ ഒന്നാണ്. അമ്പി പശുവിന് കൊമ്പെത്ര ഒന്നും ഒന്നും രണ്ടാണ്. അമ്പി പശുവിന് വാലെത്ര നായി നായി ഇരുനായി. അമ്പി പശുവിന് വാലെത്ര അമ്പടകെ മാ ഒന്നാണ്. അയ്യോ, അമ്പി പശുവിന് വാലെത്ര നായി നായി ഇരുനായി. അയ്യോ, നല്ല പാട്ടല്ലേ? സൂപ്പർ പാട്ടാ. പറഞ്ഞിരുന്നില്ലേ, പൊട്ടിപ്പെണ്ണിനെ വെള്ള പുതപ്പിച്ച് കിടത്തിയാലേ എനിക്ക് സമാധാനാവൂന്ന്. സമാധാനായി. എനിക്ക് കിട്ടാത്തതൊന്നും നിനക്കും വേണ്ട. നീ ഇനി ഒരിക്കലും നിന്റെ കുഞ്ഞുമണിയെ കാണില്ല മനസ്സിൽ. അവസാനമായി നിന്റെ കുഞ്ഞുമണി.
വരട്ടാ പിച്ചളെ, എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ആശ്വസിക്കാൻ ശ്രമിച്ചാലും നഷ്ടം തന്നെയാ. ജീവന്റെ പാതി പോയതിന്റെ നഷ്ടം ഞാൻ എങ്ങനെ നികത്താൻ? ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനാകാതെ ഭീകരമായി തീരുന്നത് ഇത്തരം ചില സന്ദർഭങ്ങളിലാ. ജീവിതത്തിൽ നിന്ന് ഇനിയെങ്കിലും പാഠങ്ങൾ പഠിച്ചേ മതിയാവൂ. ജയിച്ചവരിൽ നിന്നല്ല, തോറ്റവരിൽ നിന്നാ നമ്മൾ പഠിക്കേണ്ടത്. അവിടെ അനുഭവങ്ങളുടെ ചൂടും ചൂരും ഉണ്ടാവൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ സിജ? ഞാൻ ഇവിടുന്ന് പോവുക, നേരെ കുഞ്ഞുമണിയുടെ അടുത്തേക്ക്, പിന്നെ അവളുടെ മതികല എന്ന പിശാചിന്റെ അടുത്തേക്ക്. ബായ് സിജൻ എന്തൊക്കെയായി പറയുന്നേ? ഇവിടെ നിങ്ങനെ പോകുന്ന ജയിലിൽ ചാടി പോകും. പോയേ പറ്റൂ. ബായ്, ജയിലിൽ ചാടിയ വേണ്ട ബായ്. വേണ്ട, തടയാനും പിന്തിരിപ്പിക്കാനും നോക്കണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ എല്ലാമായ കുട്ടുപോയി. ഇനി എനിക്കാകെയുള്ളത് എന്റെ കുഞ്ഞുമണിയാ. മതികലയുടെ അടുത്ത ഊഴം കുഞ്ഞുമണിയാ. അവള് പറഞ്ഞത് ഇപ്പോഴും എന്റെ കാതിലുണ്ട്. എന്റെ കുഞ്ഞുമണിയെ എനിക്ക് രക്ഷിക്കണം, എന്നിട്ട് അവളെ തീർക്കണം. ഇനി ആ നീചജന്മം ഈ മണ്ണിൽ വേണ്ട. അതിന് ബായ് പോണ്ട, ഞാൻ പോയിക്കോളാം. അവളെ തുണ്ടായിട്ട് വെട്ടി അരിഞ്ഞോളാം. ഇത് ഞാൻ എത്രയോ മുമ്പേ പറഞ്ഞതാ ബായ്. അവളെ തീർക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്. ഇല്ല പിച്ചളെ, അത് ഞാൻ തന്നെ ചെയ്യണം. അവസാനമായിട്ടൊരു കണ്ണീരുമ്പ് നൽകി എന്റെ കുട്ടുവിനെ യാത്രയാക്കാനായില്ല എനിക്ക്. അതിന് പകരമാണിത്. ആയിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ ഞാൻ അത് ചെയ്തോളാം. ബാലേട്ട ഒന്ന് പറയും, കുഞ്ഞുമണിക്ക് തുണയായിട്ട് ബായി ഉണ്ടാവണം. അതുകൊണ്ടാ ഞാൻ പറയണ്, ഞാൻ പോയിക്കോളാം, മതികലനെ തീർത്തോളാം. വേണ്ട പിച്ചളെ, ഇത് ഞാനും ദൈവവും തമ്മിലുള്ള കരാറാ. അവിടുന്ന് പറഞ്ഞു, ഞാൻ ചെയ്യുന്നു. അവൾ കുഞ്ഞുമണി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. സിജ, ഇവിടുന്ന് ചാടിപ്പോവെന്ന് പറഞ്ഞാ അത് നിസ്സാരമാണോ? നിസ്സാരമൊന്നുമല്ല ബാലേട്ട. പക്ഷേ ഇക്കാര്യം വൈകിപ്പിച്ച അത് വലിയൊരു തെറ്റാവും. ഈ രാത്രി തന്നെ ഇവിടുന്ന് ചാടണം. അതിനൊരു വഴി ഒരുങ്ങും. ഒരുങ്ങിയല്ലേ പറ്റൂ. കാലിന് പോലും വേണ്ടാത്ത അവൾക്ക് ഇവിടുന്ന് പോവാൻ സമയമായി. അവളെ പറഞ്ഞയക്കാനുള്ള ദൗത്യം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കത് ചെയ്തേ പറ്റൂ. അപ്പച്ചമ്മ, ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? ഇത്തിരി വെള്ളമെങ്കിലും കുടിക്കപ്പച്ചമ്മ. ഒന്നും തൊണ്ടെന്നിറങ്ങില്ലെന്നറിയാം, എന്നാലും ജീവൻ പിടിച്ചു നിർത്തണ്ടേ? എന്തിനു ജീവൻ പിടിച്ചു നിർത്തണം? എന്തിനാണ് ഇങ്ങനെ ഒരു ജീവൻ? എല്ലാം കൊണ്ടും മതിയായി. ഈശ്വരൻ തന്ന ജീവിതം സ്വയം എടുക്കാൻ നമുക്ക് അർഹതയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ മതികല എന്ന സാധനത്തിന്റെ മനക്കെട്ടിയെ സമ്മതിച്ചു കൊടുക്കണം. ഒരു കൂസലും ഇല്ലാതല്ലയോ വന്നു കയറിയത്. മുംതാസ് മാഡത്തിന് പോലും ഒന്നും ചെയ്യാനായില്ലല്ലോ അവളെ. മുംതാസ് മാഡം എന്ത് ചെയ്യാനാ അപ്പച്ചമ്മ? മുംതാസ് മാഡം അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതല്ലേ, എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരു പോറല് പോലും ഇല്ലാതെ അവൾ ഇറങ്ങി വന്നില്ലേ? അവള് കേമത്തിയും ബാക്കി നമ്മളെല്ലാരും മണ്ടന്മാരുമായി. ഇത്തിരി ആവതുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ചെന്ന് അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നേനെ. കലി കൊണ്ട് മേലാസകലം വിറക്കിയാണ് എനിക്ക്. എനിക്ക്
എനിക്കിപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പച്ചമ്മ. നമ്മുടെ കുട്ടിമണി അവിടെ ആശുപത്രി മുറിയിൽ കിടക്കുക എന്ന എന്റെ ഉള്ളിൽ. അവളുടെ കളിയും ചിരിയും കുറുമ്പും ഇവിടെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റുമോ അത്? 21 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് പിന്നെയും 2-3 ദിവസം കാത്തിരുന്ന് എല്ലാ നിലയിലും പൂർണ്ണ ആരോഗ്യവതിയായി കുട്ടിമണി വരുന്നതും കാത്ത്. എന്നിട്ടും മുന്നിലേക്ക് വന്നതോ ചേതനയേറ്റ ശരീരം. അതിന്റെ മരവിപ്പ് ഈ ജീവിതകാലം മുഴുവനും മാറില്ല. മനസ്സും ശരീരവും മരവിച്ച പിന്നെ വല്ലത് ഇറങ്ങോ തൊണ്ടേ കൂടി. ഈ നിന്ന നിൽപ്പിലങ്ങ് തീർന്നാ മതിയായിരുന്നു. അപ്പച്ചമ്മ, നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ജയിലിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്കാർക്കൊന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ലല്ലോ അപ്പച്ചമ്മ. എങ്ങനെ സഹിക്കുമോ അവരിത്? എന്റെ ഈശ്വരന്മാര്, എന്തൊരു ദുർഗതിയാണ് തരുന്നത് ഞങ്ങൾക്ക്. നമ്മുടെ കുട്ടിമണി അനക്കമില്ലാതെ കിടക്കുമ്പോഴും ആ ഭദ്രകാളി ഉറഞ്ഞു തുള്ളിയില്ലേ ഇവിടെ. ഇനി കുഞ്ഞുമണിയോടാവോ അവരുടെ കലിതുള്ളൽ? മനുഷ്യപ്പറ്റി ഒട്ടും ഇല്ലാത്തവൾ അവള്. അവളിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാം നമുക്ക്. മോളെ, അവൾ ഇവിടെ കയറി വന്ന് അക്രമം കാണിച്ച നമ്മൾ 3 എന്ത് ചെയ്യും? അത് കൂടുതൽ വിഷമമാവില്ലേ? പറ്റുമോന്നറിയില്ല. എന്നാലും ചോദിക്കുക, കുഞ്ഞുമണിയെ മനസ്സിന്റെയും ബാലന്റെയും അടുത്ത് കൊണ്ടു ചെന്നാക്കാൻ പറ്റുമോ? അതിപ്പോ അങ്ങനെ പറ്റിയാ ആ നാശം പിടിച്ചവിടെ കയ്യിൽ നിന്ന് നമ്മുടെ കുഞ്ഞുമണിക്കൊരു രക്ഷയാവും. ജയിലിലുള്ളത് അമ്മയാണെങ്കിൽ ഒരു പക്ഷെ കുഞ്ഞിനെ ഏൽപ്പിക്കായിരുന്നു. ഇതിപ്പോ അച്ഛനല്ലേ, സാധ്യതയില്ല അപ്പച്ചമ്മ. അവിടെയും ദൈവം നമ്മളെ തോൽപ്പിച്ചു. ഇനി എവിടെയാ നമ്മുടെ കുഞ്ഞുമണിയെ കൊണ്ടുപോയി ഒളിപ്പിക്കുക? അവളങ്ങനെ ഇവിടെ കയറി വന്നൊന്നും ചെയ്യില്ല. ഞാനുണ്ടാവും അപ്പച്ചമ്മ, ഞാനുണ്ടാവും എന്റെ കുഞ്ഞുമണിക്ക് കാവലായിട്ട്. ഇതുവരെ എന്റെ അപ്പച്ചിയമ്മ ഒന്നും കഴിച്ചില്ലല്ലോ. കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാതെ എങ്ങനെയാ? ആ അപ്പച്ചിയമ്മ വരാൻ.
ഈശ്വരൻ കാവലുണ്ട്. വേഗം പോ. വേഗം പോ ബായി, ധൈര്യമായിട്ട് പോ. ഒരാളുടെയും കണ്ണ് പെടില്ല. ചെല്ല്. വയലോരം വീട്ടിലെ കിടവിളക്കായിരുന്നു നിന്റെ അമ്മ. കുട്ടിമണി, നിന്റെ അമ്മയെ ഞാനങ്ങ് കൊന്നു. അതോടെ എന്റെ പക തീരേണ്ടതായിരുന്നു. പക്ഷെ നിന്റെ അച്ഛനുണ്ടല്ലോ, ഒരു കാലത്ത് എന്റെ എല്ലാമായിരുന്ന ആ മനസ്സിജൻ. അവന്റെ വൃത്തികെട്ട മുഖം എന്റെ മനസ്സിൽ തെളിയുമ്പോ ഏതറ്റം വരെ അവനെ അങ്ങ് ദ്രോഹിക്കണമെന്ന് തോന്നുക. കുട്ടിമണി കഴിഞ്ഞാ പിന്നെ മനസ്സിജന്റെ മനസ്സിൽ നീയല്ലേ ഉള്ളത്. ആ നിന്നോട് ഈ ഞാൻ ദയ കാണിക്കൂ? പറയൂ കുഞ്ഞുമണി, ദയ കാണിക്കൂ? ഇവള് വളർന്നു വരുമ്പോ ആ കുട്ടിമണിയെ പോലെ ആയി തീരുമെന്നാ ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളത്. അമ്മയില്ലാത്തൊരു കുഞ്ഞായിട്ട് കുഞ്ഞുമണി വളരണ്ട, അല്ലേ?
അതല്ലേ നല്ലത്. മാഡത്തിന്റെ ഇഷ്ടം. ഇഷ്ടമല്ല, മനസ്സിജന്റെ കുഞ്ഞിന് മതികല കൊടുക്കുന്ന വിധി. കുട്ടിമണി മാത്രമല്ല, കുഞ്ഞുമണി കൂടി നഷ്ടപ്പെടുന്നതിന്റെ വേദന മനസ്സിജന്റെ നെഞ്ചിന് താങ്ങാൻ കഴിയാതാവണം. ഒന്ന് കളഞ്ഞേക്കതിന്. നിങ്ങള് ആവശ്യപ്പെട്ടതിനേക്കാൾ ഇരട്ടി തുകയുണ്ട്. ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കണ്ട. കുട്ടിമണിയുടെ അരികിലേക്ക് ഇവളെ എത്തിച്ചേക്ക്. ഈ ഒരാള് കാരണം നിന്റെ കുഞ്ഞിന് കിട്ടുന്ന ദുർവിധി. സിജനിപ്പോ എവിടെ എത്തിക്കണം? ഓർക്കും തോറും ആകെ ഒരു വിറയല്. ഒരു പേടിയും വേണ്ട ബാലേട്ടാ. മനസ്സിജമ്പായി എത്തേണ്ടടുത്ത് കൃത്യമായിട്ട് എത്തും. എനിക്കറിയാം മനസ്സിജമ്പായി. ചങ്കുറപ്പുണ്ട് സിജന്. എന്നാലും ആരുടെയും കണ്ണിപ്പെടാതെ എങ്ങനെയാ? അതൊക്കെ മനസ്സിജമ്പായി ഈസി ആയിട്ട് കൈകാര്യം ചെയ്തോളും. മനസ്സിലൊരു ലക്ഷ്യമുണ്ടല്ലോ. പണ്ടേ പല തവണ ഞാൻ പറഞ്ഞതാ, ഒരുമ്പട്ടോളം ഇല്ലാതാക്കണം. അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊക്കെ വരുമായിരുന്നോ? നല്ലൊരു സൽക്കർമ്മം ചെയ്തതിന്റെ ചാരിതാർത്ഥ്യത്തില് ഇവിടെ കിടക്കായിരുന്നു. ഇതിപ്പോ ഉള്ളില് കടുത്ത പകണ്ടായിട്ടും ഞാൻ പറഞ്ഞപ്പോ എന്നെ തണുപ്പിക്കായിരുന്നു മനസ്സിജമ്പായി. വേറൊന്നും കൊണ്ടായിരുന്നില്ല അത്. പളുങ്ക് പാത്രം പോലെ കൊണ്ടു നടക്കുന്ന ഈ ജീവിതം കൈവെള്ളയിൽ നിന്ന് ഊർന്ന് വീണ് ഉടഞ്ഞു പോവാതിരിക്കാൻ കുട്ടിമണി പെങ്ങൾക്ക് വേണ്ടി. അറിയാൻ പിച്ചളെ, ഞങ്ങളുടെ കുട്ടിമണിക്ക് വേണ്ടി സിജൻ സഹിച്ചതിനൊന്നും ഒരളവുമില്ല. കുട്ടിമണി പെങ്ങളെന്ന് വെച്ചാല് മനസ്സിജമ്പായുടെ ശ്വാസാണ്. അതാണ് ഇപ്പൊ ഇല്ലാതായത്. ശ്വാസമില്ലാതാവുമ്പോ ഉണ്ടാവണ ഒരു പെടച്ചിലുണ്ടല്ലോ, ആ പെടച്ചിലിനാ ബായി ഇങ്ങനൊരു തീരുമാനം എടുത്തത്. 100% ശരിയായ തീരുമാനം തന്നെ അത്. ഇത്തിരി വൈകിപ്പോയിന്നേ ഞാൻ പറയൂ. ഒരു കാര്യത്തിൽ എനിക്ക് എതിർപ്പുള്ളൂ. മതികല എന്ന നശൂനത്തെ ഇല്ലാതാക്കാൻ എന്നെ വിട്ടാ മതിയായിരുന്നു. ഒരു പുണ്യകർമ്മം പോലെ ഞാനത് ചെയ്തിട്ട് വന്നേനെ. ഇതിപ്പം മനസ്സിജമ്പായി. ഈ കേസിലും മനസ്സിജമ്പായി ജയിലിൽ കിടക്കേണ്ടി വരില്ലേ? അപ്പൊ കുഞ്ഞുമണി എന്തായാലും ബായി പോയിട്ട് വരട്ടെ. സിജൻ പോയിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചുറപ്പിച്ചത് ചെയ്തിരിക്കും പിച്ചളെ. പക്ഷേ അതേസമയം ഇവിടെ പ്രശ്നങ്ങളാവില്ലേ? സിജൻ ഇവിടെ കാണാതെ വന്ന ചോദ്യങ്ങളുണ്ടാവില്ലേ? ഉണ്ടാവും. അതും നമ്മൾ മുന്നിൽ കാണണം. നമുക്കിപ്പോ വലുത് ലക്ഷ്യമാണ്. മനസ്സിജമ്പായി ലക്ഷ്യത്തിലെത്തട്ടെ. അധികം പൊല്ലാപ്പില്ലാതെ ബായിക്ക് ഇവിടുന്ന് പുറത്ത് ചാടാനായെങ്കിൽ എല്ലാം ശുഭായിട്ട് കലാശിക്കും. നാളെ നേരം വെളുക്കുമ്പം വയലോരം വീട്ടിൽ ബായി എത്തും. നീ എങ്ങനെ ഇവിടെ? സിജ, മോനെ സിജ, മോനിപ്പോ എവിടെന്നാ വരുന്നേ? അത് ഞാൻ ബാലനും പിച്ചളയൊക്കെ പാലട്ടിനും പിച്ചളയും അവിടെ തന്നെയാ ഉള്ളത്. ഞാൻ മാത്രമാണ് വന്നത്. എന്റെ കുട്ടുവിനെ അവസാനമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ആ മതികലയാ അതിന് തടസ്സമുണ്ടാക്കിയത്. മനസ്സും ശരീരവും തളർന്ന നിലയിൽ നിൽക്കുമ്പോഴാ അവൾ അവിടെയും വന്നത്. ആ ഒരുമ്പെട്ടവൾ അവിടെയും വന്നോ? വന്നു, തമ്മിൽ കാണുകയും ചെയ്തു. അവളാ എന്റെ കുട്ടുവിനെ വലിയ ഗമയിൽ അവളത് മുഖത്ത് നോക്കി പറഞ്ഞപ്പോ
ആ നിമിഷം തന്നെ അവളെ തീർക്കാൻ എന്റെ കൈ ധരിച്ചതാ. മനസ്സും പറഞ്ഞു തീർത്ത് കളഞ്ഞേക്കാൻ. പക്ഷെ അതിന് പറ്റിയിടായിരുന്നില്ല അത്. അവളുടെ വീരസ്യങ്ങളെല്ലാം വിളമ്പുന്ന കൂട്ടത്തിൽ അവള് പറഞ്ഞത് കുഞ്ഞുമണിയെ നോട്ട് ഇട്ടിട്ടുണ്ടെന്നാ. ഒരു ദയവുമില്ലാതെ കുട്ടുവിനോട് ക്രൂരത കാണിച്ച അവളിൽ നിന്നും എന്തു പ്രതീക്ഷിക്കാം? കുഞ്ഞുമണി ഓർത്തപ്പോ എനിക്കവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞില്ല. ജീവൻ പണയപ്പെടുത്തിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് രണ്ട് കാര്യത്തിന് വേണ്ടിയാ. ഒന്ന്, അവളുടെ കണ്ണിപ്പെടാതെ കുഞ്ഞുമണിയെ മാറ്റണം. അതിനുശേഷം എനിക്ക് മതികലെ ഒന്ന് കാണണം. എന്റെ കുട്ടുവിനെ അവൾ എന്നേക്കുമായി എന്നിൽ നിന്ന് അടർത്തി മാറ്റി. അവസാനമായിട്ട് ഒന്ന് കാണാൻ പോലും അവസരം തരാതെ എന്നെ കുടുക്കിയിട്ടു. അതിനെല്ലാം എണ്ണി എണ്ണി കണക്ക് തീർത്തില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്താ അർത്ഥമുള്ളത്? എന്റെ കുട്ടുവിന്റെ ആത്മാവ് പൊറുക്കൂ എന്നോട്. കുഞ്ഞുമണി എവിടെ നിർത്തിയാൽ അപകടമാണ്. ആ രാക്ഷസി എങ്ങനെയൊക്കെ എന്തൊക്കെ ചിന്തിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഇലയനങ്ങിയ പോലും അറിയുന്ന ആശുപത്രിയിൽ നിന്ന് കുട്ടുവിന്റെ ശ്വാസഗതി നിലയ്ക്കാനുള്ള തന്ത്രം മെനഞ്ഞ അവൾക്ക് ഈ വയലോരം വീടൊരു വിഷയമല്ല. പിന്നെ കുഞ്ഞുമണിയെ എങ്ങോട്ട് കൊണ്ടുപോകും സിജ? എവിടേക്കായാലും ഇവിടുന്ന് കുഞ്ഞുമണിയെ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ ജയിലിൽ ആടി തെറിഞ്ഞ് എന്നെ അന്വേഷിച്ച് പോലീസ് നാലുപാടും പായുന്നുണ്ടാവും. അവരേത് നിമിഷവും ഇവിടെയും വരാം. അതിനു മുമ്പ് എനിക്ക് കുഞ്ഞുമണിയെ കൊണ്ട് പോകണം. എവിടെ കുഞ്ഞുമണി? അവൾ ഉറങ്ങുക. ആ, മോളെവിടെ? അപ്പച്ചമ്മേ, എവിടെ? അയ്യോ, എന്താ സീതെടുത്തി? കുഞ്ഞുമണി എവിടെ? കുഞ്ഞുമണി എവിടെ സീതെടുത്തി? ഇവിടെയാ കുഞ്ഞുമണിയെ കിടത്തിയത്. എന്റെ പരുത്തിക്കാവിലമ്മേ, എന്റെ കുഞ്ഞുമണി എവിടെ പോയി? ഞാനാ കുഞ്ഞിനെ ഇവിടെ കിടത്തിയത്. ഇടയ്ക്ക് വന്ന് നോക്കുകയും ചെയ്തതാ. അയ്യോ, എന്റെ കുഞ്ഞു. പറ്റിയത് വേറൊന്നുമല്ല, അവളിവിടെ വന്നിട്ടുണ്ടാവും. അയ്യോ എന്റെ ദൈവങ്ങളെ, അപ്പൊ എന്റെ കുഞ്ഞ് കുഞ്ഞുമണി. സീതെടുത്ത് ഇവിടെ കിടത്തിയ കുഞ്ഞുമണിയെ കാണാനില്ലെങ്കിൽ അതിന് പിന്നിൽ അവള് തന്നെയാ. അയ്യോ, അവൾ എന്റെ കുഞ്ഞിനെ വല്ലതും ചെയ്യുന്നതിന് മുമ്പ് കണ്ടുപിടിക്കണം സിജ. പോലീസിന്റെ പിടിയിലാകുന്നതിന് മുമ്പ് അവളെ കണ്ടെത്തണം. അവളുടെ കയ്യിൽ നിന്ന് എനിക്കെന്റെ കുഞ്ഞിനെ വീണ്ടെടുക്കണം. എന്നിട്ട് അവളെ ഞാൻ പോവാ. അവൾ ഏത് സൂചിപ്പഴത്തിലൂടെയും കയറി വരുമെന്ന് നമ്മളെ കരുതിയിരിക്കണമായിരുന്നു അപ്പച്ചമ്മ. അവൾ എന്റെ കുഞ്ഞിനെ ഏത് മാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും മനസ്സിൽ ഞാനത് കണ്ടുപിടിക്കും. രാക്ഷസിയെ തീർക്കുകയും ചെയ്യും. എന്റെ പരുത്തിക്കാവിലമ്മേ, അതിനുള്ള എല്ലാ ശക്തിയും മനസ്സിൽ കൊടുക്കണേ. അയ്യോ, എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനൊന്നും വരത്തില്ലേ? എവിടെ മനസ്സിജൻ? ചോദിച്ചിട്ടില്ലേ? നിന്റെ കൂടെ ഉണ്ടായിരുന്ന മനസ്സിജൻ എവിടെ? അറിയില്ല. അറിയില്ലെന്നോ? ബാലേട്ടനൊന്നും ചെയ്യല്ലേ? സാറേ, വീട് സാറേ. എന്നെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തോ സാറേ. നിന്നോടല്ലേടാ ചോദിച്ചേ? സാറേ, പറയടാ, മനസ്സിജൻ എവിടെ? സാറേ, അറിയില്ലെന്ന് പറഞ്ഞില്ലേ? മനസ്സിജൻ എവിടെയാണ് പോയത്? സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല. വീട് എന്ന് പറഞ്ഞില്ല സാറേ. വീട് സാറേ, വീടാ പറഞ്ഞു. എന്നെ എന്ത് വേണമെങ്കിൽ ഒന്നും ചെയ്യരുത് സാറേ, ഞങ്ങൾക്ക് അറിയില്ല. ഡാഡി, ഓരോ സെക്കൻഡ് കഴിയുന്തോറും ടെൻഷൻ കൂടിക്കൂടി വരുക. എന്തിന്? അവൻ ജയിലിൽ ആടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഉന്നം വെച്ച് തന്നെയായിരിക്കും. എന്തുന്നം വെക്കാനാണ് മോളെ? അവൻ പുറത്തുണ്ടാകുമ്പോ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെയാണോ ഇപ്പോ പോലീസ് പരക്കം വാഞ്ഞുകൊണ്ടിരിക്കുമ്പോ? ജയിൽ ചാടിയ മനസ്സിജൻ ഇതിനോടകം പോലീസിന്റെ പിടിയിലായിട്ടുണ്ടാവും. ഇല്ല ഡാഡി, ഞാൻ അന്വേഷിച്ചു. പോലീസിന് ഇതുവരെ അവനെ കണ്ടെത്താനായിട്ടില്ല. അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുക പോലീസ്. ഇങ്ങനെ അതിവിദഗ്ധമായി ജയിൽ ചാടി മുങ്ങി നടക്കണമെങ്കിൽ
നല്ലൊരു മുൻകരുതൽ അവനുണ്ടായിരുന്നിരിക്കും. അതല്ലേ ഡാഡി ഞാൻ പറഞ്ഞത്. ജയിലിൽ വെച്ച് മനസ്സുജനുമായി മുഖാമുഖം കണ്ടതാ ഞാൻ. അപ്പോഴൊന്നും ഇങ്ങനൊരു ജയിൽ ചേട്ടത്തിന്റെ സൂചന പോലും കിട്ടിയിരുന്നില്ല. അവൻ പലതും കണക്കൂട്ടി തന്നെയാവും ഇപ്പൊ ജയിലിൽ ആടിയത്. അവന്റെ കുഞ്ഞുമണിയെ ഇനിയൊരിക്കലും കാണാനാവില്ലെന്ന് പറഞ്ഞിരുന്നു ഞാൻ. അപ്പൊ അത് തന്നെയാണ് കാര്യം. അവൻ ജയിൽ ചാടിയത് കുഞ്ഞുമണിയെ രക്ഷിക്കാനാവും. അത് മാത്രം ആയിരിക്കില്ല ഡാഡി. അവന്റെ അജണ്ടയില് ഞാനും ഉണ്ടാവും. ജയിൽ ചാട്ടം എന്നത് അത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. ഈ സാഹസത്തിന് മുതിരണമെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവാ അത്. നമ്മളൊന്ന് കരുതിയിരിക്കണം. എന്തു പറ്റിയെന്ന് മോൾക്ക്? ഇതുവരെ ഇല്ലാത്തൊരു ഭയം. അവനൊന്നും ചെയ്യില്ല മോളെ. ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം ഞാൻ കണക്ക് കൂട്ടിയതേ ഇല്ല ഡാഡി. അതാ എന്നെ ഒന്ന് ഉലച്ചു കളഞ്ഞത്. മനസ്സുജനെ എനിക്ക് നന്നായിട്ടറിയാം. സ്നേഹമാ എന്നും അവന്റെ അടിസ്ഥാന വികാരം. ഭ്രാന്തമായ സ്നേഹത്തിന്റെ അവസാനം ഒരു ഇരുണ്ട ഗുഹയാ. അത് മരണമാ. മോളെ, എന്റെ അല്ല, അവന്റെ മരണം. മോളെ, ജയിൽ ചാടിയ മനസ്സിയൻ ആദ്യം പോകുന്നത് അവിടെയായിരിക്കും, വയലോരം വീട്ടിൽ കുഞ്ഞുമണിയെ കാണാൻ. അവിടുന്ന് അവൻ ഇവിടെ എത്തില്ല. എത്തരുത്. ആ അൻവർ, ഞാനാ മതികല. പാടോ സർ. സർ സർ, എവിടെ മനസ്സുജൻ? മനസ്സുജൻ ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടേക്കല്ലാതെ വേറെ എവിടെ പോകാനല്ലേ? ജയിലിൽ ചാടിയെന്നോ? ആര്? മനസ്സുജനോ? എന്താ സാറേ ഈ പറയുന്നേ? പൊട്ടം കളിക്കല്ലേ. ഏത് പത്തായത്തിൽ കയറി ഒളിച്ചിരുന്നാലും അൻവർ അവനെയും കൊണ്ടേ ഇവിടുന്ന് പോവും. ഇവിടേക്ക് ആരും വന്നിട്ടില്ല. സാറ് വേണമെങ്കിൽ മുറിയിലോ മൂലയിലോ എവിടെ വേണമെങ്കിലും നോക്കിക്കോ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വേറൊരു ആദിയില്ല. മനസ്സുജൻ ഒരു ജയിൽ പുള്ളിയാ. അവനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറ്റ ചുമത്തി എല്ലാത്തിനും പിടിച്ചകത്തിടും ഞാൻ. സാറേ, കുഞ്ഞുമണിയെ കാണാത്തതിലുള്ള ആദിയില്ല ഞങ്ങള്. ഞങ്ങളോട് ഒരു അല്പമെങ്കിലും കരുണ കാണിക്കണം. അകത്തൊന്നും കാണാനില്ല സർ. എല്ലായിടത്തും നോക്കിയോടോ? എല്ലായിടത്തും നോക്കി സർ. എടോ, അവൻ ഇതിനകത്തുണ്ട്. ഇവളുടെ മുഖം കണ്ടാൽ അറിയാം അവൻ ഇതിനകത്തുണ്ടെന്ന്. വാടോ. എന്താ മോളെ പോലീസ്? മനസ്സുജനെ തിരക്കി വന്നതാ. അല്ല, ആ മതികളുടെ ആളല്ലേ ഇയാള്? മനസ്സുജനെ കിട്ടാതെ വരുമ്പോ അയാള് പോലീസ് മുറയൊക്കെ കാട്ടിന്ന് വരും. അപ്പച്ചമ്മേ, വായിന്ന് സിജനെ കുറിച്ചൊരു അക്ഷരം പോലും വീഴരുത്. ഇല്ല മോളെ, അവൻ എന്നെ ഈ മണ്ണിലിട്ട് ചവിട്ടി കൂട്ടിയാലും മനസ്സുജൻ ഇവിടെ വന്നെന്നോ കുഞ്ഞുമണിയെ തിരക്കി പോയെന്നോ ഒന്നും എന്റെ നാവിയൊന്നും വീഴില്ല. അല്ല, അങ്ങനെ കാട്ടിക്കൊടുത്താ പിന്നെ നമ്മുടെ കുഞ്ഞുമണിയെ കണ്ടെത്താൻ സിജന് കഴിഞ്ഞില്ലെന്ന് വരും. അവൻ എവിടെ പോയി ഒളിച്ചിട്ടുണ്ടെങ്കിലും കൈയോടെ പോക്കും ഞാൻ. ജീവനോടെ ആണെങ്കിലും കൊന്നിട്ടാണെങ്കിലും. പരുത്തിക്കാവിലമ്മേ, മനസ്സുജനെ ഈ കാട്ടാളന്റെ കണ്ണിപ്പെടാതെ നീ കാത്തോളണേ. ഇല്ലേ, ആ വീട് മൊത്തം അരിച്ചു പറക്ക്. മനസ്സുജൻ അവിടെ തന്നെ ഉണ്ടാവും. ഇല്ല മാഡം, ഈ വീടും പരിസരവും മൊത്തം നോക്കി മനസ്സിന് ഇവിടെ ഇല്ല. അവൻ അവിടെ ഇല്ലെങ്കിൽ പിന്നെ പിന്നെ അവൻ എവിടെ പോവാനാ? എന്തായാലും മാഡം ഒന്ന് സൂക്ഷിക്കണം. എന്തിന്? ഞാൻ എന്തിനാടോ സൂക്ഷിക്കുന്നേ? വയലോരം വീട്ടിൽ ഇല്ലെങ്കിൽ പിന്നെ മനസ്സുജൻ വരാൻ സാധ്യത മാഡത്തിന്റെ അരിയിലേക്കാണല്ലോ. എന്റെ അടുത്തേക്കോ? എന്റെ അടുത്തേക്ക് എന്തിനാ അവൻ വരുന്നേ? ഇത് പറയാനാണോ താൻ ഇങ്ങോട്ട് വിളിച്ചേ? അവൻ ഇവിടെ എത്തുന്നതിന് മുമ്പേ മതികല അടുത്ത ഫ്ലൈറ്റിന് ഇവിടുന്ന് പറക്കാൻ പോവുക. അവൻ അവിടുത്തെ മച്ചിലോ മറ്റോ കേറി ഒളിച്ചിട്ടുണ്ടാവും. അവനെ കയ്യോടെ പിടിക്കാൻ കഴിയാത്ത താനൊക്കെ എന്തൊരു പോലീസാണോ? അത് മാഡം, എന്താ മോളെ? അതെ ഡാഡി, അൻവർ വിളിച്ചിരുന്നു. ജയിലിൽ ചാടിയ മനസ്സുജൻ വയലോരം വീട്ടിലില്ലെന്ന്. അവൻ ചിലപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നു. ഓ ഗോഡ്, എങ്കിലവൻ വരും.
അവിടേക്ക് തന്നെ വരും. അൻവർ അങ്ങനെ ഒരു സൂചന തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിന്റെ കണ്ണിൽപ്പെടാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഡാഡി ഡാഡി അവന്റെ പേര് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തോണോ? മോളെ, നീ ആഗ്രഹിച്ചതുപോലെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. കുട്ടിമണിയുടെയും കുഞ്ഞുമണിയുടെയും കഥ കഴിഞ്ഞില്ലേ? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. നീ വേഗം എല്ലാം പാക്ക് ചെയ്യും മോളെ. അവൻ വയലോരം വീട്ടിലില്ലെങ്കിൽ, ഇതേവരെ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടിട്ടില്ലെങ്കിൽ, അവൻ നിന്നെ കാണാൻ അവിടേക്ക് വരുമെന്നല്ലേ അർത്ഥം. അവന്റെ ആ വരവ് എന്തിനായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടം വിടണം. മോള് വേഗം റെഡിയാവ്. അപ്പോഴേക്കും ഞാനങ്ങെത്താം. ശരി. വന്നാലുടൻ പിന്നെ ഒരു സെക്കൻഡ് കളയാനില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം. വേഗം. നമ്മളോട് ഇങ്ങനെയാണെങ്കിൽ സിജനെ കിട്ടിയ സിജൻ ജയിലിയാടിയ വിവരം എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ പോലീസുകാരും ആൾക്കാരും സിജനെ പിടിക്കാനായി തലങ്ങും വിലങ്ങും പായുകയോ. അതിനിടയിൽ സിജൻ മനസ്സിജം ബായിക്ക് ഒന്നും സംഭവിക്കില്ല ബാലേട്ടാ. എന്തിനു വേണ്ടിയാണോ ബായ് ജയിൽ ചാടിയത് ആ ലക്ഷ്യം നടപ്പാക്കിയിരിക്കും. കണ്ണ് ചോരല്ലാത്ത വിധല്ലേ പോലീസുകാർ പെരുമാറിയത്. ഇവരും ആ മതികലയുടെ കൂലിപ്പടയാണെന്നാ തോന്നുന്നത്. സിജൻ ജയിലിയാടി വാർത്ത അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മതികലയുടെ ആടിയും സിജനെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ടാവും. തുടങ്ങിക്കോട്ടെ. മനസ്സിജമ്പായി പഴയ മനസ്സിജമ്പായി ആയിക്കഴിഞ്ഞാ പിന്നെ ഒരാൾക്ക് ഒന്നും ചെയ്യാനാവില്ല. ഒരാളുടെയും കണ്ണ് പെടാതെ ബായ് ജയിലിൽ ചാടിയപ്പോ തന്നെ ബാലേട്ടനത് ബോധ്യായില്ല. അത് രാത്രി. ഇപ്പൊ പകൽ സമയത്ത് എന്റെ ടെൻഷൻ മുഴുവൻ അതാ. സിജന് കൃത്യമായിട്ട് വയലാരം വീട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കുഞ്ഞുമണി. മനസ്സിജം ബായുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട ബാലേട്ട. കൃത്യമായി വയലോരം വീട്ടിലെത്തി ബായ് കുഞ്ഞുമണിയെ കണ്ടിട്ടുണ്ടാവും. അതെ ബാലേട്ട, മതികലയ്ക്ക് കാണാൻ പോലും പറ്റാത്ത വിധം കുഞ്ഞുമണിയെ ബായി രക്ഷിച്ചിരിക്കും. അതിനുശേഷം മതികല എല്ലാം നടപ്പിലാക്കിയിരിക്കും മനസ്സിജമ്പായി. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ അപ്പ നോക്കാം. ആ ഡാഡി, ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ശരി ഡാഡി. നീ എങ്ങനെ ഇവിടെ?